തിരുവമ്പാടി ITIയിൽ SFI UDSF പ്രവർത്തകർ തമ്മിൽ സംഘർഷം. വെള്ളിയാഴ്ച നടന്ന യൂണിയൻ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച SFI ആഹ്ലാദ പ്രകടനത്തിനിടെയാണ് ഇരുവിഭാഗവും തമ്മിൽ സംഘർഷമുണ്ടായത്. സംഘർഷത്തെ തുടർന്ന് ഇരുവിഭാഗത്തുമുള്ള പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതേസമയം സ്ഥലത്തെത്തിയ പോലീസ് UDSF പ്രവർത്തകരെ തെരഞ്ഞുപിടിച്ചും മർദ്ദിച്ചു എന്നാരോപിച്ച് UDSF പ്രവർത്തകർ പോലീസിനെ തടഞ്ഞുവെച്ചു. തിരുവമ്പാടി ITIയിലാണ് SFI UDSF പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായത്. വെള്ളിയാഴ്ച നടന്ന യൂണിയൻ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചാണ് സംഘർഷം. തെരഞ്ഞെടുപ്പിൽ 6 സീറ്റുകളിലും SFI വിജയിച്ചിരുന്നു. വിജയത്തെ തുടർന്ന് നടത്തിയ ആഹ്ലാദ പ്രകടനത്തിനിടെയാണ് ഇരുവിഭാഗവും തമ്മിൽ ഏറ്റുമുട്ടിയത്. സംഘർഷത്തെ തുടർന്ന് ഇരുവിഭാഗത്തുമുള്ള പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട്. സംഘർഷത്തെ തുടർന്ന് തിരുവമ്പാടി പോലീസും സ്ഥലത്തെത്തിയിരുന്നു. എന്നാൽ പോലീസ് UDSF പ്രവർത്തകരെ തെരഞ്ഞുപിടിച്ച് മർദ്ദിക്കുകയായിരുന്നുവെന്ന് UDSF പ്രവർത്തകർ പറയുന്നു. ഇവിടെ സമാധാനമായിട്ട് ഒരു യൂണിയൻ ഇലക്ഷൻ നടക്കുകയായിരുന്നു. അതിനിടെ SFIക്കാരുടെ പ്രകടനം ഉണ്ടായി. അതിൽ SFIക്കാര് ഞങ്ങൾ UDSFിലെ വിദ്യാർത്ഥികളെ മർദ്ദിക്കുകയായിരുന്നു. അതിനിടെ പോലീസുകാർ വന്നു. പോലീസുകാരും ഞങ്ങൾ UDSFിലെ വിദ്യാർത്ഥികളെ, എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയായ നിബിലിനെ മർദ്ദിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായത്. അതുപോലെ തന്നെ വിവേകിനെയും അതാണ് ഉണ്ടായത്. പടക്കം പൊട്ടിച്ചപ്പോൾ ഞങ്ങൾ ITയിലെ വിദ്യാർത്ഥിയായ ഒരു കുട്ടിയുടെ കണ്ണിലാണ് പറ്റിയത്. അപ്പോൾ അവർ മൈൻഡ് ചെയ്യാണ്ട് പോയിട്ടുണ്ട്. പോലീസുകാർ ഒരാളും അതിനനുസരിച്ച് ഒരു നടപടി ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് നടന്ന പ്രചരണത്തിൻ്റെ കലാശക്കൊട്ടിൽ UDSF പ്രവർത്തകർ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറെ ചർച്ചാ വിഷയമായ പോറ്റിയെ കേറ്റിയെ എന്ന പാരഡി ഗാനം വെച്ചതാണ് SFI പ്രവർത്തകരെ പ്രകോപിപ്പിച്ചത് എന്നും തുടർന്ന് തെരഞ്ഞെടുപ്പ് ദിവസം പുറത്തുനിന്നെത്തിയ DYFI പ്രവർത്തകരും SFI പ്രവർത്തകരും ചേർന്ന് അക്രമം അഴിച്ചുവിടുകയായിരുന്നെന്നും പോലീസും അവരോടൊപ്പം ചേർന്ന് UDSF പ്രവർത്തകരെ മർദ്ദിക്കുകയായിരുന്നെന്നും KSU ജില്ലാ ജനറൽ സെക്രട്ടറി തനുദേവ് ആരോപിച്ചു. സ്വാഭാവികമായും തികച്ചും സമാധാനപരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പായിരുന്നു. കാലാകാലങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ് നടക്കല്. തിരുവമ്പാടി ITനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ ITയുടെ കുട്ടിക്കലാശവുമായി ബന്ധപ്പെട്ട് UDSFിന്റെ പ്രവർത്തകർ, UDSFിന്റെ വിദ്യാർത്ഥികൾ പോറ്റിയെ കേറ്റിയെ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് ഈ ക്യാമ്പസിൽ വെച്ചു എന്നുള്ള പേരിൽ അന്ന് മുതൽ ഒരു സംഘർഷമാണ്. ഇന്ന് ഇലക്ഷന്റെ ദിനം ഇവിടേക്ക് വരുന്ന ഓരോ വിദ്യാർത്ഥികളെയും UDSFിന് വോട്ട് ചെയ്യാൻ വരുന്ന വിദ്യാർത്ഥികളെ തോളിൽ കൈയിട്ടും അല്ലാതെയും മാറ്റിക്കൊണ്ടുപോയിട്ട് SFIന്റെ DYFIന്റെ പുറത്തുനിന്ന് വന്ന ആളുകൾ ഭീഷണിപ്പെടുത്തിയിരുന്നു. നിരന്തര ഭീഷണിയാണ്. ആ ഭീഷണിനെ വകവെച്ചുകൊണ്ട് ഇവിടെ വന്ന 6 സ്ഥാനാർത്ഥികളും മത്സരിച്ച് വോട്ട് ചെയ്ത് ഇറങ്ങിയതിന് ശേഷം വിജയം SFIക്കാണെങ്കിലും വിജയിച്ചതിന് ശേഷം ആ SFIന്റെയും DYFIന്റെയും അക്രമി സംഘം പുറത്തുനിന്ന് വന്ന ആളുകൾ യൂണിഫോമിൽ നിൽക്കുന്ന വിദ്യാർത്ഥികളെ വലിച്ചു കൊണ്ടുപോയി മർദ്ദിക്കാനുണ്ടായത്. പിന്നീട് തിരുവമ്പാടി പോലീസ് ഇൻസ്പെക്ടറുമായി UDSF നേതാക്കൾ ഫോണിലൂടെ നടത്തിയ ചർച്ചയിൽ ഏകപക്ഷീയമായി UDSF പ്രവർത്തകരെ മർദ്ദിച്ച പോലീസുകാരനെതിരെ നടപടിയെടുക്കാമെന്ന് ഉറപ്പ് ലഭിച്ചതോടെയാണ് വിദ്യാർത്ഥികൾ പോലീസിനെ പോകാൻ അനുവദിച്ചത്. ന്യൂസ് ബ്യൂറോ, തിരുവമ്പാടി.